അറിയിപ്പുകൾ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്തതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് സെയിൻറ്റ് മാർട്ടിൻ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അവരുടെ പ്രത്യേക കുടുംബ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളുടെയും പ്രത്യേക സാന്നിധ്യത്തിനും കാഴ്ച സമർപ്പണത്തിനുമൊക്കെ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് സെയിൻറ്റ് പീറ്റർ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കും. ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് കർമ്മല മാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് പ്രത്യേകം നന്ദി. അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് ലൂർദ് മാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയിലെ ദശാംശ സമർപ്പണം ബസിലിക്കയിലെ 35,600 രൂപ, സെൻറ്റ് റോക്കി കപ്പേളയിലെ 10,768, സെയിൻറ്റ് ജോസഫ് കപ്പേളയിലെ 4,240. സെൻറ്റ് മാർട്ടിൻ കുടുംബ യൂണിറ്റിൻ്റെ കാഴ്ച സമർപ്പണം അടുത്ത ആഴ്ചയിൽ വായിക്കുന്നതായിരിക്കും. രൂപത മതബോധന സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ ഇടവകയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിയ ഫ്രെഡി എന്ന വിദ്യാർത്ഥിനി 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. 2024 ജൂലൈ 1-ാം തീയതിക്ക് ശേഷം CTKNTU കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ, ഈ യൂണിയനിൽ അംഗങ്ങളായവരും നിലവിൽ അംഗത്വമുള്ളവരും പെൻഷൻ പറ്റിയ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി മരണാനന്തര സഹായമായി തുടക്കത്തിൽ 5,000 രൂപ നൽകുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിയ വിവരം എല്ലാ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുന്നു. ആയതിനെ ഒരു നിശ്ചിത തുക മരണാന്തര സഹായ നിധിയിൽ അടച്ച് എല്ലാ തൊഴിലാളികളും ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജൂൺ 30 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ഓഫീസ് തുറന്ന് 7 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. അതിനുശേഷം തിങ്കൾ, ബുധൻ, ശനി എന്നീ ദിവസങ്ങളിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ മാതാവിൻ്റെ നൊവേന കാര്യമായി തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരിയധികം വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. ഇനിയും മാതാവിൻ്റെ നൊവേന കൂടുതൽ അനുഗ്രഹദായകമാക്കുവാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. മാസത്തിൻ്റെ എല്ലാ സെക്കൻഡ് സാറ്റർഡേയ്സിലും വൈകിട്ട് 6 മണിക്ക് കുർബാനയും നൊവേനയും തുടർന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. അത് പ്രത്യേകമായി നിങ്ങൾ ഏറ്റെടുത്ത് അവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾക്ക് നമ്മുടെ ഇടവകയിൽ ചെയ്യാൻ സാധിക്കുന്ന 1-2 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഗ്ലോബൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാം ഒരു അക്കാഡമിക് ഇംപ്രൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 2 ടൈപ്സ് ഉണ്ട്. അക്കാഡമിക് സ്കീമുണ്ട്, അതുപോലെ തന്നെ നോൺ അക്കാഡമിക് സ്കീമുണ്ട്. +2 കഴിഞ്ഞ് കോളേജിൽ പോകുന്നവർക്ക് അത് അക്കാഡമിക് സ്കീമാണ്. താല്പര്യമുള്ളവർ ഇതുമായിട്ട് ബന്ധപ്പെടുക. നോൺ അക്കാഡമിക് സ്കീം എന്ന് പറഞ്ഞാൽ 2 അവേഴ്സ് വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടുവാനുള്ള പ്രത്യേകമായൊരു കോച്ചിങ് ക്ലാസ്സാണിത്. നമ്മുടെ ജെസ്യൂട്ട് വൈദികർ നടത്തിക്കൊണ്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. നമുക്ക് സഹായത്തിനായിട്ട് ഫാദർ ബെന്നി ചിറമേൽ അച്ഛൻ സന്നിഹിതനാണ്. നമ്മൾ വിളിക്കുമ്പോൾ അച്ഛന് ഇത് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്കിത് ഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഇടവകയിൽ ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഏറ്റവും മിനിമം 20 സ്റ്റുഡൻസാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുണ്ടാകും. 1 കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ഉണ്ടാകും. നമ്മുടെ മഞ്ഞുമാത കമ്മ്യൂണിറ്റി സെൻ്ററായിട്ട് ഉയർത്തുവാനും അങ്ങനെ നമുക്ക് സഹായങ്ങൾ മറ്റുള്ള ഇതിൻ്റെ ബന്ധപ്പെട്ട വ്യക്തികളിൽ നമുക്ക് സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു കണ്ടിന്യൂസ് ഒരു പ്രോഗ്രാമാണത്. താല്പര്യമുള്ളവർ ഇതുമായിട്ട്
ബന്ധപ്പെടുക. ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അങ്ങനെ നമുക്ക് ഒരു 20 സ്റ്റുഡൻസിൻ്റെയെങ്കിലും ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ പേരുകൾ നൽകി നല്ലൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 30 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരിക്കുകയുള്ളൂ. 30 ദിവസം കഴിഞ്ഞാൽ വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ, അത് കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ റാഫേൽ ഒളാട്ടൂർ അച്ഛൻ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ അച്ഛൻ്റെ ആ മെത്തേഡിലുള്ള ഒരു പഠന രീതിയാണ് കുട്ടികൾക്ക്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം, വായിക്കാനറിയാം, എഴുതാനറിയാം, പക്ഷേ സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവലിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു കോച്ചിങ് ക്ലാസ്സാണത്. താല്പര്യമുള്ളവർ പേരുകൾ നൽകുക. നമുക്ക് അതിൻ്റെ സമയവും കാര്യങ്ങളുമൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഒരു ഫോം, ഒരു കോറം നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ പള്ളിപ്പുറം മേഖലയിൽ വന്നപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ മീറ്റിംഗ് നടത്തിയിരുന്നു 2019. അതിനുശേഷം കോവിഡ് വന്നു, നമ്മൾ പ്രോഗ്രാം നടത്താൻ സാധിച്ചില്ല. അന്ന് ഇവിടെ വന്നപ്പോൾ ഒത്തിരിയധികം ടീച്ചേഴ്സ്, കോളേജിലും സ്കൂൾസിലുമൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ അവർ ഒന്നുകൂടി ഫോം ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും.